പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും നവംബർ 18 മഞ്ചേശ്വരത്തെ വൈകളിയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് ഒരു ചരിത്ര വിജയമായി മാറി. കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയും ഭാവിയെക്കുറിച്ച് തികഞ്ഞ ഒരു അവബോധവും ജനങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിയെ അഭിവൃദ്ധിയെ അതിവേഗത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയത്തക്ക നിലയിൽ ഒരു ചരിത്ര സംഭവമായി നവകേരള സദസ്സ് മാറി. ആ നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളിൽ ഒരു ദിവസം 4 മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ 140 മണ്ഡലങ്ങൾ. അതിനു പുറമെ ഓരോ മണ്ഡലത്തിലും എല്ലാ 36 ദിവസങ്ങളിലെ ആദ്യ ദിവസ മണ്ഡലത്തിൽ ആദ്യ യോഗം നടക്കുന്ന മണ്ഡലത്തിൽ പ്രത്യേകമായിട്ടുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിഭകൾ, വിവിധ മേഖലകളിലെ പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങൾ, അതുപോലെ വിവിധ മേഖലയിലെ ജനവിഭാഗങ്ങൾ എന്നിവരുമായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഭാത യോഗം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ, കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തെ ഒരു പുതിയ വികസനമാക്കി നാടാക്കി മാറ്റാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനുള്ള ഗവൺമെൻറ് പരിശ്രമങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയാർജിക്കാനും കഴിഞ്ഞു. ഈ ചരിത്ര സംഭവം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് മാതൃകയായി സ്വീകരിച്ചു വരികയാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ, ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ, ഗവൺമെൻറ്റുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ കേരളത്തിൻ്റെ ഈ നവകേരള സദസ്സും അതിൻ്റെ പ്രസംഗങ്ങളും നടപടികളും നല്ലതുപോലെ നിരീക്ഷിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, മലയാളികളിൽ നിന്നും, മറ്റു പലരിൽ നിന്നുമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദന സന്ദേശങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും ശക്തിയും പകരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു മഹാസംഭവം 140 മണ്ഡലങ്ങളിൽ 36 ദിവസം മുഖ്യമന്ത്രി എല്ലാ മണ്ഡലങ്ങളിലും പ്രസംഗിച്ചു. രാവിലത്തെ പ്രഭാത യോഗത്തിലും മുഖ്യമന്ത്രിയാണ് സംസാരിച്ചത്. മന്ത്രിമാർ ഇടവിട്ട് യോഗങ്ങളിലെല്ലാം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ഏതാണ്ടൊരു ദിവസം 5 പൊതുയോഗങ്ങൾ എന്നുള്ള നിലയിലെങ്കിലും ഏതാണ്ട് ഒരു 180 മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത്. ഇങ്ങനെയെല്ലാമുള്ള ഒരു ചരിത്ര സംഭവം ഉയർത്തിക്കൊണ്ടുവരാനും കേരളത്തിൻ്റെ വളർച്ചയെ ശക്തിപ്പെടുത്താനും പ്രവർത്തിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും സഹമന്ത്രിമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്. ആ പ്രമേയം ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ മുന്നണി നേരത്തെ തീരുമാനിച്ചതാണ് കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കക്ഷികൾക്ക് തുടക്കത്തിൽ 2.5 വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക, 2.5 വർഷം കഴിഞ്ഞാൽ മറ്റ് 2 കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക. അതൊരു തീരുമാനമായിരുന്നു.
ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത്. അതുകൊണ്ട് അത് കുറച്ച് ദിവസം നീണ്ടുപോയി. ഈ മാസം ഡിസംബർ മാസം 29-ാം തീയതി വൈകുന്നേരം 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിലവിലുള്ള 2 മന്ത്രിമാർ അവരുടെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല, അവരവരുടെ ദൗത്യം നിർവഹിച്ചു. 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നടപടികളെല്ലാം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 29-ാം തീയതി വൈകുന്നേരം, ഡിസംബർ 29-ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും. എല്ലാവരെയും അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സഖാവ് കാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തും ശക്തിയും പകർന്നുകൊണ്ട്, മാർഗദർശകം നൽകിക്കൊണ്ട്, പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നണിയെ ശക്തമാക്കാൻ, ഗവൺമെന്റിനെ ശക്തമാക്കാൻ, ഗവൺമെന്റിനെയും മുന്നണിയെയും വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാൻ എല്ലാ ഘട്ടങ്ങളിലും ഉയർന്ന് പ്രവർത്തിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനൻ രാജേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിയിൽ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അത്യഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചത്. മന്ത്രിമാരെല്ലാം നല്ല സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമകരമായ നിലയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയും അതിന് അനുയോജ്യമായ നിലയിലുള്ള എല്ലാ സഹായങ്ങളും മുന്നണി എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ കാര്യം നിങ്ങളെ എല്ലാം അറിയിക്കുകയാണ്. വകുപ്പ് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയല്ല, അത് മുഖ്യമന്ത്രിയെ നിക്ഷിപ്തമായ ചുമതലയാണ്. ഏതാ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഞങ്ങൾ എടുത്ത തീരുമാനം ആന്റണി രാജു അതുപോലെ തന്നെ ദേവറകോവിൽ 2 പേരും നമ്മുടെ മുൻ ധാരണയനുസരിച്ച് അവർ രാജി കൊടുത്തു കഴിഞ്ഞു. അത് ആരൊക്കെ പറഞ്ഞിട്ടില്ല, അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഐക്യമുന്നണി, ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ്. സമർപ്പിച്ചു. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി 2 കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. ആ കാര്യത്തിനാണ് നമുക്ക് മുന്നണിക്ക് അംഗീകാരം കൊടുക്കാൻ സാധിക്കുക. അതാണ് മുന്നണി തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം, സത്യപ്രതിജ്ഞ, സമയം, നടപടികളെല്ലാം മുഖ്യമന്ത്രിയിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അത് മുഖ്യമന്ത്രി നിർവഹിക്കും. അവരുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. അല്ല, അത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് എന്ന വകുപ്പുകളൊന്നും പറയേണ്ടതില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അത് അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും, എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റൂ. വകുപ്പ് കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കാറില്ല. നിങ്ങളെപ്പോലെ അഭിപ്രായം പറയാനല്ലേ എനിക്ക് സാധിക്കൂ. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇനി വകുപ്പ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം സ്വീകരിക്കും. നവകേരള സദസ്സ് വലിയ ബഹുജന ആകർഷണത്വമുള്ള പരിപാടിയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ ഭാവി എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ലാത്ത നിലയിൽ
ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കാൻ ഞങ്ങളുണ്ട്, ഇടതുപക്ഷമുണ്ട്, ഈ ഗവൺമെന്റുണ്ട്. അതനുസരിച്ച് കേരളം അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൂടെ വേണം കേരളം വികസിക്കാൻ. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, വ്യവസായശാലകൾ, തുറമുഖങ്ങൾ, ടൂറിസം, ഇതിൻ്റെ എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിന് പ്രധാന വിഷയം സാമ്പത്തിക ശേഷിയാണ്. ആ സാമ്പത്തിക ശേഷി ഫലപ്രദമായൊരു മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് ഏറ്റവും നല്ലൊരു ആസൂത്രണം, അതിൻ്റെ ഫലമായിട്ട് ഓരോ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചിട്ടൊന്നും കേരളത്തിൻ്റെ വികസനത്തെയോ പ്രവർത്തനത്തെയോ സ്തംഭിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ആ തരത്തിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ജനങ്ങളെ ഒന്നിപ്പിക്കാനും ജനങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കി തീർക്കാനും ഈ നവകേരള സദസ്സ് കൊണ്ട് സാധിച്ചു. ഇത് ജനങ്ങളൊരു പ്രതീക്ഷയിലാണ്. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ രക്ഷിക്കാൻ, ഏത് അപകടം വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ഉണ്ട്, ഈ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, അതിൻ്റെ മുന്നണിയിലെ പാർട്ടികളുണ്ട് എന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടായി. ആ ആത്മവിശ്വാസം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വലിയ അടിത്തറമാകും, വികസിച്ചു വരും. അദ്ദേഹം എഴുതിയ കത്തിൽ യഥാർത്ഥ JDS കാര്യങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അദ്ദേഹം JDSന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നോടൊപ്പം ഉള്ളവരെല്ലാം ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരെ, വലതുപക്ഷ ശക്തികൾക്കെതിരെ, RSS സംഘപരിവാറിനെതിരെ ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് ഞങ്ങളുടെ നയം എന്ന് ആണ് ആ കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ അവർ മറ്റു കാര്യങ്ങളൊന്നും ആ കത്തിൽ ഉന്നയിച്ചിട്ടില്ല. ആ കത്ത് ഞങ്ങൾ വിശദമായി അവരുടെ നയം വ്യക്തമാക്കുന്ന കത്താണ്. ആ കത്തും എല്ലാം ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് 11 മണിക്ക് സഖാബ് കാനത്തിൻ്റെ അനുശോചന യോഗം അയ്യങ്കാളി ഹാളിൽ ഉള്ളതുകൊണ്ട് 11 മണിക്ക് തന്നെ പിരിയേണ്ടി വന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. മറ്റൊരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അത് അടുത്ത കമ്മിറ്റിയിലേക്ക് ആലോചനയ്ക്ക് വയ്ക്കും. അദ്ദേഹം ഒരു അവകാശവാദവും അതിൽ ഉന്നയിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും കാര്യം. അത് LDF ഇടപെടേണ്ട പ്രശ്നമേ അല്ല. ഒരു പാർട്ടിയുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. ഞങ്ങൾ എല്ലാ പാർട്ടികളിലും ഐക്യവും കൂടിച്ചേരലും ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു മുന്നണി പാർട്ടികൾക്കകത്തും ഭിന്നിപ്പുണ്ടാകാനല്ല, ഏകോപനത്തിന് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഇടപെടൽ. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ആ ദൗത്യമാണ് നിർവഹിക്കുന്നത്. സുധാകരനോട് അങ്ങനെ പ്രത്യേകിച്ച് എന്താ ഈ ഗവൺമെന്റിന് ശത്രുത ഉണ്ടാകേണ്ടത്? സുധാകരനോടെന്നല്ല, ഒരാളോടും വ്യക്തിപരമായ ശത്രുതയുള്ളതല്ല ഈ ഗവൺമെന്റ്. ഇത് ജനങ്ങളുടെ ഗവൺമെന്റാണ്. പക്ഷേ സുധാകരനടക്കം ആലോചിക്കേണ്ടത് എന്തിനാ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്? അവരാലോചിക്കേണ്ട വിഷയമാണ്. എന്തെങ്കിലും ഡിമാൻഡുണ്ടോ? UDFന് എന്തെങ്കിലും ഡിമാൻഡുണ്ടോ? യൂത്ത് കോൺഗ്രസിനും KSUവിനും ഡിമാൻഡുണ്ടോ? അവർക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ലല്ലോ. അവർ നവകേരള സദസ്സ്, ആ സദസ്സിനെ അലങ്കോലപ്പെടുത്തണം. അതിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് അടിയടാ അടി എന്ന് പറഞ്ഞ് വടിയും കൊടുത്ത് ആളെ അയച്ചാൽ എവിടെ എത്തും? എന്തൊക്കെ സംഭവിക്കും? അതുകൊണ്ട് ആ രോഗബാധിതനായി അമേരിക്കയിൽ ചികിത്സക്ക് പോകാൻ കോൺഗ്രസിന്റെ AICC തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ആ സുധാകരനെ ഈ സംഘർഷ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ?
എന്തിനാ അവിടെ സംഘർഷം ഉണ്ടാക്കിയത്? DGP ഓഫീസിന് മുമ്പിൽ എന്തിനാ സംഘർഷം ഉണ്ടാക്കിയത്? DGP ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിന്റെ, സെക്രട്ടേറിയറ്റ് മുമ്പിൽ BJPയുടെ, ഏട്ടൻ ഭാവി അനിയൻ ഭാവി രണ്ടുപേരും കൂടി അങ്ങ് അപ്പുറം ഇപ്പുറം ആലോചിച്ചുകൊണ്ടല്ലേ ഈ പരിപാടിയെല്ലാം നടക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക്, അതിന്റെ സെനറ്റിലേക്ക് 17-15 BJP RSS, 2 കോൺഗ്രസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 9 BJP RSS, 4 മുസ്ലിം ലീഗ്, 3 കോൺഗ്രസ്. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നടക്കുന്നത്? നിങ്ങൾ 143 MPമാരെ ഡൽഹിയിൽ സസ്പെൻഡ് ചെയ്തില്ലേ? നിങ്ങൾ ആലോചിച്ച് 143 MPമാരെ ഇന്ത്യ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് പാർലമെന്റിലുള്ള മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി. കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാവരും പുറത്താക്കിയില്ലേ? നിങ്ങൾക്ക് അതിനോട് വല്ല പ്രതികരണമുണ്ടോ? അതിനെതിരായിട്ട് നിങ്ങൾ രാജ്ഭവന് മുമ്പിൽ ഒരു മണിക്കൂറെങ്കിലും കുത്തിയിരുന്നോ? എന്താ നിങ്ങൾ കഴിയാത്തത്? നിങ്ങളും ഗവർണറും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ ചില എഗ്രിമെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല UDF കോൺഗ്രസിന്. നിങ്ങൾ ആ തരത്തിൽ രാഷ്ട്രീയമായി തകർച്ചയിലാണ് ഇപ്പോഴുള്ളത്. അതിന് ഇടതുപക്ഷ മുന്നണിയുടെ മേലെ കുതിര കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഈ ഗവൺമെന്റ് കേസെടുക്കില്ല. ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായ ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല. പക്ഷെ മാധ്യമ പ്രവർത്തകരായിരിക്കണം. ഗവൺമെന്റ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ ഗവൺമെന്റ് എന്തും നടപടി സ്വീകരിക്കൂ. പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റും ജാഗ്രത കാണിക്കുന്നുണ്ട്. എനിക്കെതിരായിട്ട് ഒരു വ്യാജ വാർത്ത തൃശ്ശൂരിൽ ഉണ്ടാക്കിയില്ലേ? ഞാനത് പോലീസ് പരാതി കൊടുത്ത് അന്വേഷണം നടത്തി മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരാൻ പോവാ. ഞാൻ പ്രസ് കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പ്രസ് കൗൺസിൽ കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണ്. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 പത്രപ്രവർത്തകരും ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വന്നൊരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഒരാളെയും മാധ്യമപ്രവർത്തകരായ ഒരാൾക്ക് പൈസ കൊടുത്തും കൊണ്ടുവന്നിട്ട് ഒരു നാടകമുണ്ടാക്കി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ? ഞാനത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് അപ്പോൾ DGP വിളിച്ചു, പരാതി കൊടുത്തു, അവരിടപെട്ടു. ആ പത്രത്തിന്റെ പ്രധാനികളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എവിടുന്നായി വാർത്ത കിട്ടിയത്? അവർ പ്രാഥമിക അന്വേഷണത്തിൽ അത് മാനിക്കുലേറ്റ് ചെയ്തതാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ബോധ്യമായി. ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്താവോ? നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യേണ്ടത്? ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള, ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത്. അവരോട് തന്നെ പറയുന്നത്, ഈ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയവൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ പിന്നിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ മാധ്യമക്കാരൻ പറയുന്നത്, ഞാൻ ഇന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്നത് പറയണം. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇവിടെ വ്യക്തമായ 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമ പ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഫോൺ ചെയ്തത് മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. അത്ര എനിക്ക് പറയാൻ പറ്റും. വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെയെങ്കിലും പേര് നടപടി സ്വീകരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഇവിടെ പോലീസ് സ്വീകരിച്ചില്ലേ? DGPയുടെ വീടിന്റെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ആ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ BJPക്കാര് സ്ത്രീകളും കയറി. ഔദ്യോഗിക വസതിയില്ലല്ലേ? മാധ്യമപ്രവർത്തകർ പോയി സമ്മർദ്ദം ചെലുത്തി.
മാധ്യമപ്രവർത്തകരായതുകൊണ്ട് പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തു. ആ കൂട്ടത്തിൽ മറ്റവരും ചാടിക്കയറി. ഇതല്ലേ ഉണ്ടായത്? അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഏതായാലും അവർ കയറിയില്ലേ. നിങ്ങൾക്കുള്ള പ്രത്യേക സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. വസ്തുത ഇതാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് തൽക്കാലത്തേക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ടേ പറയും, സത്യസന്ധമായിട്ടേ പറയും. ഞങ്ങൾ തെറ്റ് പറ്റിയാൽ ഞങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഏതാ കേസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതാ അല്ല ഏതാണ്ട് എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ നോക്കി അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താണ് ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് അതിന്റെ കോടതിയുടെ നിരീക്ഷണം എന്താണ്, എന്താ കേസ്, ആരാ പരാതിക്കാരൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ആ അത് ഈ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് തികച്ചും തെറ്റായിട്ടുള്ളതാണ്. നിങ്ങൾ നോക്ക്, ആം ആദ്മി പാർട്ടി BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. ആ പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ED കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ നടപടിയെ ന്യായീകരിച്ചും പിന്തുണ പ്രഖ്യാപിച്ചും പ്രസ്താവന ഇറക്കി അതിനോടൊപ്പം നിന്ന പാർട്ടിയാണ് ഡൽഹിയിലെ കോൺഗ്രസ് കമ്മിറ്റി, അതിന്റെ പ്രസിഡന്റ്. ഡൽഹിയിലെ നിയമനങ്ങൾക്കും ട്രാൻസ്ഫറിനും സർക്കാർ ജീവനക്കാരുടെ അധികാരം സംസ്ഥാന ഗവൺമെന്റിനായിരുന്നു. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ട്രാൻസ്ഫറൊക്കെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് അത് കോടതിയിൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു ആം ആദ്മി ഗവൺമെന്റ്. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിനെ പൂർണ്ണമായും നിരാകരിച്ചു. അത് തെറ്റാണെന്ന് പറഞ്ഞു. സംസ്ഥാനത്തിനാണ് അധികാരമെന്ന് പറഞ്ഞു. ആ അധികാരത്തെ മറികടക്കാൻ ഒരു നിയമനിർമ്മാണം നടത്തി BJP. പാർലമെന്റ് നിയമം പാസാക്കി. ഡൽഹിയിലെ സർക്കാർ ജീവനക്കാരുടെ പോസ്റ്റിംഗ് ട്രാൻസ്ഫർ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിക്കൊണ്ടുള്ള നിയമം പാസാക്കി. അതിനെ പിന്തുണച്ച പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങൾ അവരെ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇവിടെ അവരുടെ മുഖ്യ ശത്രു ആരാ? BJP അല്ലല്ലോ, ഇടതുപക്ഷമല്ലേ. BJPയുമായി യോജിച്ചുകൊണ്ടാണല്ലോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ ശരിയായ നിലയിൽ നിരീക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമോ? അവർ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് പോവുകയാണ്. ഈ നിലപാടാണ് നിങ്ങൾ ഇന്ത്യയിലും 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? എല്ലാ സ്ഥലത്തും ജയിക്കുമെന്നാണ് അതിന്റെ തലേ ദിവസം വരെ വോട്ട് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വരെ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത്. എന്തായിരുന്നു സ്ഥിതി? ദയനീയമായി തോറ്റില്ലേ? എന്തുകൊണ്ടാണ് തോറ്റത്? കോൺഗ്രസിന്റെ തെറ്റായ കണക്കുകൂട്ടലും തെറ്റായ നിഗമനങ്ങളും മറ്റ് പാർട്ടികളെയെല്ലാം ഒഴിവാക്കി ഞങ്ങൾക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയതിന് ദുരന്തമല്ല അനുഭവിച്ചത്. തെലങ്കാനയിൽ ജയിച്ചത് BJPയെ തോൽപ്പിച്ചിട്ടല്ല, അവിടെ TRSനെയാണ് തോൽപ്പിച്ചത്. TRS 10 കൊല്ലമായി ഭരിക്കുന്നു. ആ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം അവിടെ ഉണ്ടായത്. കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള തരംഗമൊന്നുമല്ല. കർണാടകത്തിൽ ഉണ്ടായിരുന്നത് BJP വിരുദ്ധ തരംഗമാണ്. അത് ഞങ്ങളുടെ പിന്തുണയാണ് ധരിച്ച് തെറ്റായിട്ടുള്ള നിലപാടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചു വരികയാണ്. അത് കോൺഗ്രസിന്റെ തകർച്ചക്കും കോൺഗ്രസിന്റെ നയത്തിന്റെ തകർച്ചക്കും ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുണ്ട്. സമരം ചെയ്തോട്ടെ. പക്ഷെ മറ്റൊരുത്തന്റെ ശരീരത്തിൽ കൈവെക്കാനുള്ള അധികാരം അവർക്കില്ല. പോലീസിനെ ആക്രമിക്കാനുള്ള അധികാരം അവർക്കില്ല. മുളക് പൊടി മുട്ടയുടെ ഈ തോടില്ലേ അതിനകത്ത്
സംഭരിച്ചു വെച്ച് ഒട്ടിച്ചെടുത്ത് ഈ മുളക് പൊടി പോലീസിന് നേരെ എറിയാനും അവർക്ക് അവകാശമില്ല. അതവരാദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം അവരുടെ പിന്തുണയോട് കൂടിയിട്ടല്ലേ നടക്കുന്നത്. ഇതാണോ രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്? അതാണ് ചോദിച്ചത്, എന്താ അവരുടെ ഡിമാൻഡ്? ഈ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തുള്ള പ്രയാസം, ആ പ്രയാസം പരിഹരിക്കാൻ കേരള ഗവൺമെൻറ് കഴിയാവുന്നതെല്ലാം ചെയ്യുന്നു. കേന്ദ്രത്തിന് മുമ്പിൽ നിവേദനം കൊടുക്കുന്നു. ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തികമായ അവകാശം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്ന നിലപാടെല്ലാം സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പാർലമെൻറ്റ് ചേരുന്നതിന് മുൻപ് ഇവിടെ എംപിമാരുടെ യോഗം വിളിക്കും. ആ യോഗത്തിൽ വെച്ച് ഡൽഹിയിൽ നിങ്ങളെല്ലാവരും കൂടി യോജിച്ച് കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തണം, നിവേദനം കൊടുക്കണം, പാർലമെൻറ്റിൽ ആവശ്യപ്പെടണമെന്നൊക്കെ ഇവിടെ വിശദീകരിച്ചു, തീരുമാനിച്ചു, പിരിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള UDF ഒഴികെയുള്ള ഒരു പ്രമേയം തയ്യാറാക്കി UDFകാരെ സമീപിച്ചു. ഒരാളും ആ പ്രമേയത്തോടൊപ്പം നിവേദനം കൊടുക്കാനുള്ള സംഘത്തിൽ പോകാൻ അതിലൊപ്പിടാനോ തയ്യാറായില്ല. ഇടതുപക്ഷ മുന്നണിയുടെ അംഗങ്ങൾ മാത്രമാണ് ഒപ്പിട്ട് നിവേദനം കൊടുത്തത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനക്കെതിരായിട്ട് ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടാൽ എന്താ തെറ്റ്? ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം, ഇവിടെ നമുക്ക് പണം കിട്ടിയാൽ എത്ര ഗുണമാണ്, നമുക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടിയല്ലേ അവിടെ വാദിക്കേണ്ടത്? അതിന് നിവേദനം കൊടുക്കുന്നതിന് പോലും കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയ UDFൻ്റെ എംപിമാർ സന്നദ്ധരല്ല. അവർ ചെയ്യുന്നത് പാർലമെന്റിൽ കേരളത്തിനെതിരായിട്ട് പ്രസംഗിക്കുകയാണ്. ഇതാണ് അവരുടെ സ്ഥിതി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ മന്ത്രിമാർ 29-ന് സത്യപ്രതിജ്ഞ ചെയ്യും. നിങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണി അവിടത്തേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഐശ്വര്യസമ്പുഷ്ടമായൊരു കേരളം, 3.5 കോടി മലയാളികളുടെ ജന്മനാടാണ്. നമ്മളിവിടെ എന്നും ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അനുഭവിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളവരല്ല. നമുക്കും ശാസ്ത്രരംഗത്തുള്ള നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി വളർന്നു വരണം. പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇല്ലാത്തൊരു കേരളമാക്കണം. ലോകത്തിൻ്റെ വളർച്ചയിൽ കേരളത്തിനും വളരണം. അതിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹായങ്ങളും ഉണ്ടാകണം എന്ന് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നവകേരള സദസ്സ് വൻ വിജയമായി. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാനും വികസന മുന്നേറ്റത്തിൽ ജനങ്ങളുടെ പിന്തുണയാർജിക്കാനും കഴിഞ്ഞുവെന്നും EP ജയരാജൻ പറയുന്നു. നേരത്തെ നടക്കേണ്ട പുനഃസംഘടന നവകേരള സദസ്സ് കാരണമാണ് വൈകിയത്. ഈ മാസം 29-ന് 2 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വാർത്തകൾ നോക്കാം. പുതിയ ചുമതലയിൽ സന്തോഷമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ.